ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം നമ്മളിവിടെ വായിക്കുന്നു. 18-ാം അധ്യായത്തിൽ രാജാവായ ഹിസ്കിയാവിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഹിസ്കിയാവ് ആഹാസ് രാജാവിൻ്റെ മകനാണ്. ആഹാസ് രാജാവ് തൻ്റെ മൂത്ത പുത്രനെ യാഗമായി അർപ്പിച്ച ഒരു കാര്യം ഇതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇതിനു മുൻപ് നമ്മൾ വായിച്ചതാണ്. അന്യദൈവങ്ങൾക്ക് യാഗമായി മൂത്തപുത്രനെ അർപ്പിച്ച രാജാവായിരുന്നു ആഹാസ്. അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രനാണ് ഈ ഹിസ്കിയാവ്. ഹിസ്കിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം നീതിനിഷ്ഠയുള്ള, യഹോവയെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. നല്ലൊരു രാജാവായിട്ടാണ് അദ്ദേഹം രാജ്യഭരണം ഇവിടെ നടത്തുന്നത്. ഇനി അദ്ദേഹം അവിടെ നിന്ന് ബിംബാരാധനയും അങ്ങനെയുള്ളതായ എല്ലാ മ്ലേച്ഛതകളും ആ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം നീക്കിക്കളഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. ഇതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് കാണുന്നത്, മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തിന് മരുഭൂമി യാത്രയിൽ സീൻ മരുഭൂമിയിൽ വെച്ച് അഗ്നിസർപ്പം ജനത്തെ കടിച്ചപ്പോൾ മോശ പ്രാർത്ഥിച്ചു. അതിന് പരിഹാരമായി ദൈവം നിർദ്ദേശിച്ചായിരുന്നു പിത്തളസ്വർണ്ണം കൊണ്ട് അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിൻ്റെ മധ്യത്തിൽ നാട്ടുക, അതിലെ നോക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും എന്ന് കർത്താവ് യഹോവയായ ദൈവം അരുളി ചെയ്തു. മോശ അപ്രകാരം ചെയ്തു. ജനം അങ്ങനെയാണ് കാലത്ത് രക്ഷപ്പെട്ടത്. അത് നമ്മുടെ കർത്താവിൻ്റെ കാൽവറി യാഗത്തിന് നിഴലായി സംഭവിച്ചു എന്ന് നമ്മുടെ കർത്താവും പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മളത് വായിക്കുന്നുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നതെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ ജനം അതിനെ ആരാധിക്കുന്നു. നെഗുഷ്ടാൻ എന്ന് പേര് ഇട്ട് അതിന് ധൂപം വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. മോശയുടെ കാലം മുതൽ ഹിസ്കിയാ രാജാവിൻ്റെ കാലം വരെ നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം 700 വർഷത്തെ വ്യത്യാസമുണ്ട്. ഈ 700 വർഷമായി ജനം ഇതിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അതിന് ധൂപം വെച്ചിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനു മുൻപ് എത്രയോ രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ആ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. അവരാരും ഇതിനെ എതിർത്തതായിട്ടോ അത് നീക്കിക്കളയണമെന്ന് പറഞ്ഞതായിട്ടോ നമ്മളാരും വായിക്കുന്നില്ല. മോശയ്ക്ക് ശേഷം യോശുവ വന്നു, പിന്നെ ശാമുവേൽ വന്നു. രാജാക്കന്മാരുടെയൊക്കെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ദാവീദ്, ദൈവത്തിൻ്റെ ആ ഹൃദയത്തോട് ചേർന്ന് നിന്നതായ ഒരു മനുഷ്യൻ. അവരുടെ ഒന്നും കാലത്ത് ഇത് നീക്കം ചെയ്തതായി നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ ഹിസ്കിയ രാജാവാണത് നീക്കം ചെയ്യുന്നത്. ഇനി അതിനെ ആരാധിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം മോശയുടെ കൽപ്പനകളെയും മോശയുടെ നിയമത്തെയും യഥാർത്ഥമായി സ്നേഹിക്കുകയും ആ നിയമത്തെ ആദരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ആ നിയമപ്രകാരം ഇസ്രായേൽ ജീവിക്കണമെന്ന് അവരെ പ്രബോധിപ്പിക്കുകയും അതിന് വേണ്ട ക്രമീകരണം അദ്ദേഹം ഇവിടെ ചെയ്യുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരു കാലത്ത് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം ദൈവം നൽകിയ അടയാളത്തെ പിന്നീട് അതിനെ ആരാധിക്കുന്നതായ രീതി ഒരിക്കലും ദൈവികമോ ക്രൈസ്തവപരമോ അല്ല. എന്നാൽ ഇന്നും സഭയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാട് വികലതകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇവിടെ ഹിസ്കിയ രാജാവ് അതൊക്കെ ഇല്ലായ്മ ചെയ്യുകയാണ്. അന്ധവിശ്വാസത്തെ പൂർണ്ണമായി അദ്ദേഹം ദൂരീകരിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. ജനത്തെ സത്യവിശ്വാസത്തിലേക്കും
മോശ മുഖാന്തരം കൊടുത്ത കൽപ്പനകളിലേക്കും അതിൻ്റെ അന്തഃസത്തയിലേക്കും മടക്കിക്കൊണ്ടുവരുവാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ 13 വാക്യങ്ങളിൽ മറ്റ് രാജാക്കന്മാരിൽ നിന്ന് അദ്ദേഹം നേടുന്നതായ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ താഴോട്ട് നമുക്ക് ധാരാളം വായിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഹിസ്കിയ രാജാവിനെ പോലെ ഒരു നീതിമാനായ രാജാവിനെ ഇതുവരെ ഇതിനു മുൻപ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഇനി മുന്നോട്ടും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന, സത്യദൈവത്തെ ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയായിത്തീരണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതിൻ്റെ എല്ലാം അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആന്തരികമായ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ നമുക്കിടയായിത്തീരണം. ഒരു വസ്തുവും നമുക്ക് ആരാധനയല്ല, ഒരു വ്യക്തിയും നമുക്ക് ആരാധിക്കാനുള്ളവരല്ല. അത് ആരാധന ദൈവത്തിനും മാത്രമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ വന്നിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇവിടെ കർത്താവ് പിശാചിനോട് പറഞ്ഞത് നമ്മൾ ഓർക്കുക. തന്നെ പരീക്ഷിച്ച പിശാചിനോട്. ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മളത് ചിന്തിച്ചപ്പോൾ നമ്മളത് വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ജീവിക്കാൻ നമുക്കിടയാകണം. ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാവാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ച സാധ്യമല്ല. സാമൂഹ്യ ജീവിതത്തിലൊക്കെ പല വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ തീഷ്ണതയോടും ആ വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടും നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. വിശ്വാസം ആരംഭിക്കാൻ വലിയ പ്രയാസമില്ല, പക്ഷെ അതിൽ നിലനിൽക്കാനാണ് പ്രയാസം. മരണം വരെ ആ വിശ്വാസത്തെ നിലനിൽക്കാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.